കർണാടകയിൽ മാണ്ഡ്യ എംപിയും നടിയുമായ സുമലത ബിജെപിയിൽ ചേർന്നു. ബംഗളൂരുവിൽ ബിജെപി ആസ്ഥാനത്തെത്തിയാണ് പാർട്ടി അംഗത്വം അവർ സ്വീകരിച്ചത്. കർണാടകയിലെ മാണ്ഡ്യയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് സുമലത വിജയിച്ചത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, വിവരങ്ങൾ. ലക്ഷ്മി, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ മാണ്ഡ്യയിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ ആണ് നടി കൂടിയായിട്ടുള്ള സുമലത വിജയിച്ചത്. എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നില്ല എന്ന് സുമലത വ്യക്തമാക്കുകയും കഴിഞ്ഞ ദിവസം തന്റെ അനുയായികളെ മുഴുവൻ വിളിച്ചു ചേർത്ത് മാണ്ഡ്യയിൽ ഒരു വലിയ വിശദീകരണ യോഗം സുമലത വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിലാണ് താൻ ബിജെപിയിൽ ചേരുന്നു എന്ന പ്രഖ്യാപനം നടത്തിയത്. ഇന്നിപ്പോൾ ബംഗളൂരുവിലെ പാർട്ടി ആസ്ഥാനത്ത് ബിജെപിയുടെ കർണാടക സംസ്ഥാന കാര്യാലയത്തിലെത്തിയാണ് സുമലത ഔദ്യോഗികമായി ബിജെപി അംഗത്വം സ്വീകരിച്ചത്. കർണാടകയിലെ ബിജെപിയുടെ മുതിർന്ന നേതാവ് മുൻ മുഖ്യമന്ത്രിയുമായ BS യെദ്യൂരപ്പ, അതോടൊപ്പം തന്നെ കർണാടകയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന രാധാമോഹൻ അഗർവാൾ, ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണ്, സദാനന്ദ ഗൌഡ തുടങ്ങിയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ബിജെപി അംഗത്വം സുമലത സ്വീകരിച്ചു. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുമലത മത്സരിക്കുന്നില്ല. പക്ഷേ കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം ബിജെപിയുടെ ദേശീയ ഭാരവാഹി ചുമതലകളിലേക്കും സുമലത ഉടൻ തന്നെ കടന്നു വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുമലതയെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളത്തിൽ ഉൾപ്പെടെ ധാരാളം ആരാധകരുള്ള ഒരു തെന്നിന്ത്യൻ നടി കൂടിയാണ് സുമലത. അതിനാൽ സുമലതയുടെ ഈ ബിജെപിയിലേക്കുള്ള കടന്നുവരവ് ദക്ഷിണ ഭാരതത്തിലുടനീളം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബിജെപിക്ക് അത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഗുണം ചെയ്യും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.